എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 23-ാമത്തെ സർഗത്തിൽ 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിശ്വാമിത്രനും 2 ബാലകന്മാരും ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് സിദ്ധാശ്രമത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പല പ്രദേശങ്ങളും കണ്ടു. കാമദേവന് അംഗങ്ങൾ നഷ്ടപ്പെട്ട, അതിനുശേഷം അനങ്കൻ എന്ന് പേര് കിട്ടിയ ആ ഒരു പ്രദേശം, ആ സ്ഥലത്തിന് അംഗം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, അംഗദേശം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ കുറേ ഋഷിമാർ അവരുടെ ആശ്രമങ്ങളൊക്കെ കണ്ടു. അവിടെ താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. നമുക്ക് ഇന്ന് 17-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങാം. അഭിഗച്ഛാമഹേ സർവേ ശുചയഃ പുണ്യമാശ്രമം ഇഹ വാസഃ പരോസ്മാകം സുഖം വത്സ്യാമഹേ നിശാം. നമുക്ക് ഈ ആശ്രമത്തിൽ ഇന്ന് രാത്രി കഴിച്ചു കൂട്ടാമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറയാണ് സർവേ ശുചയ, നമുക്ക് എല്ലാവർക്കും കുളിച്ച്, അതായത് മുങ്ങി കുളിച്ച്, അവിടെ നദിയാണല്ലോ, ഗംഗാ സരയൂ സംഗമമാണ് അവിടെ ഉള്ളത്. ആ സരയൂ നദിയിലും അല്ലെങ്കിൽ ഗംഗാ നദിയിലും അതിൻ്റെ സംഗമത്തിലേക്ക് എത്താൻ പോണേ ഉള്ളൂ. അവിടെ കുളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം, ആശ്രമത്തിലേക്ക് ചെല്ലാം. സർവേ ശുചയ, എല്ലാവരും ശുചിയുള്ളവരായി തീർന്നിട്ട് പുണ്യാശ്രമം അഭിഗച്ഛാമഹേ, നമുക്ക് 3 പേർക്കും ആ പുണ്യാശ്രമത്തിലേക്ക്, എവിടെ ഇരുന്നാണോ പണ്ട് ശ്രീപരമേശ്വരൻ തപസ് ചെയ്തത് ആ ആശ്രമത്തിലേക്ക് ചെല്ലാം. എന്നിട്ടോ ഇഹ വാസഃ പരോ അസ്മാകം സുഖം വത്സ്യാമഹേ നിശാം, ഇവിടെയാണ് നമുക്ക് ഇന്ന് രാത്രി വസിക്കാനുള്ളത്. ഇവിടെ വളരെ സുഖകരമായിട്ട് ഇന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ സാധിക്കും. അതാണ് ഇഹ വാസ പര അസ്മാകം, അസ്മാകം വാസ ഇഹ, ഇവിടെയാണ് ഇന്നത്തെ രാത്രി നമുക്ക് കഴിച്ചുകൂട്ടാനുള്ളത്. വളരെ സുഖകരമായിട്ട് സമാധാനമായിട്ട് കഴിച്ചുകൂട്ടാവുന്ന ഒരു ആശ്രമമാണ്. ഉറക്കമൊക്കെ സുഖമായിട്ട് ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കങ്ങോട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലാം എന്നാണ് ഋഷി ബാലകന്മാരോട് പറഞ്ഞത്. നമുക്ക് 18-ാമത്തെ ശ്ലോകം നോക്കാം. സ്നാതാശ്ച കൃതജപ്യാശ്ച ഹുതഹവ്യാ നരോത്തമ തേഷാം സംവദതാം തത്ര തപോദീർഘേണ ചക്ഷുഷ. 19-ാമത്തെ ശ്ലോകം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞാലാണ് അർത്ഥം കിട്ടുക. വിജ്ഞായ പരമപ്രീതാ മുനയോ ഹർഷമാഗമൻ അർഘ്യം പാദ്യം തഥാതിഥ്യം നിവേദ്യ കുശികാത്മജേ. വിശ്വാമിത്രൻ കുട്ടികളോട് പറയാണ്, സ്നാതാശ്ച കൃതജപ്യാശ്ച ഹുതഹവ്യാ നരോത്തമ, നമുക്ക് അവിടേക്ക് പോകുമ്പോൾ കുളിക്കണം എന്ന് പറഞ്ഞുല്ലോ, അതാണ് സ്നാതാഹ. മുങ്ങിക്കുളിയൊക്കെ കഴിച്ചിട്ട് ജപങ്ങൾ അതൊക്കെ നടത്തിയിട്ട്, ഹോമങ്ങൾ നടത്തിയിട്ട്, അതായത് വരുന്നവർക്കും ഹോമമൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ആശ്രമങ്ങളുടെയൊക്കെ ഒരു ഘടന. അതുകൊണ്ട് അവർക്ക്, അതായത് വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും ഈ പറഞ്ഞ പ്രകാരത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് കടക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. സ്നാതം, കുളി കഴിക്കുക, അത് കഴിഞ്ഞാൽ ജപിക്കുക, പിന്നെ ഹോമാദികളൊക്കെ ചെയ്യുക, അതിനുശേഷം നമുക്ക് ആശ്രമത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേഷാം സംവദതാം തത്ര, ഇവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട്, ആ ആശ്രമത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അവരിതൊക്കെ പറയണത്. അത് കേട്ടിട്ട് തപോദീർഘേണ ചക്ഷുഷ വിജ്ഞായ പരമപ്രീത മുനയ ഹർഷമാഗമൻ, അവരുടെ തപസ്സുകൊണ്ട് ദീർഘമായ ദൃഷ്ടികൾ, ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി, വരാൻ പോണ കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർ ആരാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. അത് തപസ്സുകൊണ്ട് കിട്ടുന്ന ബലമാണ്. അതാണ് തപോ ദീർഘേണ ചക്ഷുഷ. തപസ്സുകൊണ്ട് ഉള്ളിലുള്ളതായ ആ കണ്ണ്, അകക്കണ്ണ് തുറന്നവർ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കും. അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ വിജ്ഞായ, ഇവരാരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പരമപ്രീതാഹ, വളരെ സന്തുഷ്ടരായി ആ മുനിമാർ ഹർഷമാഗമൻ, അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ നേരെ ഈ വിശ്വാമിത്ര മഹർഷിയുടെയും കുട്ടികളുടെയും അടുത്ത് ചെന്നിട്ട് അവരോടൊക്കെ സ്വാഗതം പറഞ്ഞു. അത് അവരുടെ സന്തോഷം വാക്കുകളിൽ കൂടെ തന്നെ അവർ പ്രകടിപ്പിച്ചു. മാത്രമല്ല അർഘ്യം പാദ്യം ആതിഥ്യം നിവേദ്യ കുശികാത്മജേ, ആ കുശികാത്മജനായിക്കൊണ്ട്, വിശ്വാമിത്രനായിക്കൊണ്ട് അർഘ്യം,
പാദ്യം, അതായത് കാല് കഴുകാനും മുഖം കഴുകുക, കുൽക്കുഴിയ അങ്ങനെയൊക്കെ ഉള്ളതിനായിട്ടുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം, അതുപോലെ എല്ലാ അതിഥി മര്യാദകളും വിശ്വാമിത്രനായിക്കൊണ്ടും ആ ബാലകന്മാർക്കായിക്കൊണ്ടും, അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്, വിശ്വാമിത്രന് വേണ്ടതുപോലെയുള്ള ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്തു കൊടുത്തു. അതാണ് അർഘ്യം പാദ്യം തഥാ ആതിഥ്യം നിവേദ്യ കുശികാത്മജയെ നിവേദ്യ, കുശികാത്മജനായിക്കൊണ്ട് നൽകി സമർപ്പിച്ചു. അതിനുശേഷമോ അതാണ് 20ാമത്തെ ശ്ലോകം. രാമലക്ഷ്മണയോ പശ്ചാത കുർവന്നതിഥിക്രിയാം സത്കാരം സമനുപ്രാപ്യ കഥാഭിരഭിരഞ്ജയൻ. അതിനുശേഷം വിശ്വാമിത്ര മഹർഷിക്ക് വേണ്ടതായിട്ടുള്ള ആതിഥ്യ മര്യാദകളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഋഷീശ്വരന്മാര് രാമലക്ഷ്മണയോഹോ പശ്ചാത് അകുർവൻ അതിഥിക്രിയാം, രാമലക്ഷ്മണന്മാർക്കും വേണ്ടതായിട്ടുള്ള അതിഥിക്രിയകൾ, ഈ പറഞ്ഞ അർഘ്യവും പാദ്യവും ഒക്കെ കൊടുത്ത് അവരെ, അതായത് പൂക്കൾ കൊണ്ടും ദീപം കൊണ്ടുമൊക്കെ ആരാധിച്ച് വെള്ളം കൊടുത്ത് കയ്യും കാലും ഒക്കെ കഴുകിച്ച കുട്ടികളാണല്ലോ, അവർക്ക് അതിനൊക്കെയുള്ള പ്രേരണകളൊക്കെ നൽകി അവരെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആദരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. പശ്ചാത്, അതായത് വിശ്വാമിത്രന് നൽകിയതിന് ശേഷം കുട്ടികൾക്കുള്ള അതിഥിക്രിയകളും ഈ ഋഷീശ്വരന്മാര് നൽകി. സത്കാരം സമനുപ്രാപ്യ കഥാഭിരഭിരഞ്ജയൻ, ആ സത്കാരമൊക്കെ കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ബാലകന്മാർക്ക് വേണ്ടത്ര സൽക്കാരമൊക്കെ നൽകിയതിന് ശേഷം അവിടെ നടന്നതായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചു. അതാണ് കഥാഭിഹി അഭിരഞ്ജയൻ. ആ അംഗദേശത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ പേരെങ്ങനെയാ വന്നത് എന്നുള്ളത് വിശ്വാമിത്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാലും ഒന്നുകൂടിയും ആ കഥകളൊക്കെ പറഞ്ഞ് ആ പ്രദേശത്തിൻ്റെ മഹിമാവുകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ബാലകന്മാരെ അതുപോലെ തന്നെ വിശ്വാമിത്രനെയൊക്കെ സന്തോഷിപ്പിച്ചു എന്നർത്ഥം. എന്നിട്ട് 21ാമത്തെ ശ്ലോകം നോക്കാം. യഥാർഹമജപൻ സന്ധ്യാമൃഷയസ്തേ സമാഹിത തത്ര വാസിഭിരാനീത മുനിഭിः സുവ്രതൈः സഹ. അടുത്ത ശ്ലോകം കൂടി 22ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അതിന് 3 വരികളുണ്ട്, അതും കൂടി കൂട്ടിയിട്ട് അർത്ഥം പറയാം. ന്യവസൻ സസുഖം തത്ര കാമാശ്രമപദേ തഥാ കഥാഭിരഭിരാമാഭിരഭിരാമോ നൃപാത്മജോ രമയാമാസ ധർമാത്മാ കൗശികോ മുനിപുങ്കവ. അവിടെ സന്ധ്യ എപ്പോഴാണല്ലോ എത്തിയത്, കുളി ജപമൊക്കെ കഴിച്ചിട്ട് വേണം ചെല്ലാനെന്ന് പറഞ്ഞപ്പോഴേക്കും ഋഷീശ്വരന്മാരൊക്കെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം യഥാർഹം അജപൻ സന്ധ്യാമൃഷയസ്തേ സമാഹിതാഹ, സന്ധ്യാവന്ദനങ്ങൾ ജപങ്ങളൊക്കെ വേണ്ടതുപോലെ ആ ഋഷീശ്വരന്മാരും ഈ ബാലകന്മാരും വിശ്വാമിത്രനുമൊക്കെ കൂടി ചെയ്തു. അതാണ് യഥാർഹം അജപൻ സന്ധ്യാം ഋഷയസ്തേ സമാഹിതാഹ. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ആശ്രമത്തിലെ അന്തേവാസികളായിട്ടുള്ള ഋഷീശ്വരന്മാരും വിശ്വാമിത്ര മുനിയും ശ്രീരാമനും ലക്ഷ്മണനും എല്ലാവരും ചേർന്നുകൊണ്ട് സന്ധ്യയെ ഉപാസിച്ചു, പ്രാർത്ഥനകളൊക്കെ നടത്തി സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. തത്ര വാസിഭിരാനീത മുനിഭി സുവ്രതൈ സഹ, അവിടെ താമസിക്കുന്നവരായിട്ടുള്ള മുനിമാരാൽ കൊണ്ടുവരപ്പെട്ടതായ ബാലകന്മാരും വിശ്വാമിത്രനും ആ കാമാശ്രമത്തിൽ, അല്ലെങ്കിൽ അംഗരാജ്യം അല്ലെങ്കിൽ അംഗം എന്നു പേരുള്ള പ്രദേശത്തിലെ ആശ്രമത്തിൽ സുഖമായിട്ട് രാത്രി കഴിച്ചുകൂട്ടി. അതാണ് ന്യവസൻ സസുഖം തത്ര കാമാശ്രമപദേ തഥാ, കാമാശ്രമപദത്തിൽ വളരെ സുഖമായിട്ട് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. ഉറങ്ങി എന്നല്ല പറയണത്, ധാരാളം കഥകൾ അവിടെ വെച്ചിട്ട് വിശ്വാമിത്രൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന ഋഷീശ്വരന്മാരെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവണം. അതാണ് കഥാഭിഹി അഭിരാമാഭിഹി അഭിരാമവും നൃപാത്മജവും. വളരെ ദുർഘടമാണ് ഈ വാക്ക് പറയാൻ. കഥാഭിരഭിരാമാഭിരഭിരാമവും നൃപാത്മജവും. ആ സുന്ദരന്മാരായിട്ടുള്ള രാജകുമാരന്മാർ കേൾക്കാൻ ഇമ്പമുള്ളതായ നല്ല രസകരമായിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ കഥകളാൽ ആ ബാലകന്മാരെ ധർമാത്മാവായിട്ടുള്ള കൗശികൻ എന്ന പേരുള്ള മുനിപുങ്കവൻ രമയാമാസ, കുട്ടികളെ നല്ലവണ്ണം രസിപ്പിച്ചു. അതായത് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിച്ച് രസിപ്പിച്ച് കിടത്തി ഉറക്കി എന്നർത്ഥം. ഇത്രയും ശ്ലോകങ്ങളാണ് ഈ ഒരു സർഗത്തിലുള്ളത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഭിഗച്ഛാമഹേ സർവേഷു ചയഃ പുണ്യമാശ്രമം ഇഹ വാസഃ പരോസ്മാകം സുഖം വത്സ്യാമഹേ നിശാം സ്നാതാശ്ച കൃതജപ്യാശ്ച ഹുതഹവ്യാ നരോത്തമ തേഷാം സംവദതാം തത്ര
തപോദീർഘേണ ചക്ഷുഷാ വിജ്ഞായ പരമപ്രീത മുനയോ ഹർഷമാഗമൻ അർഘ്യം പാദ്യം തഥാതിഥ്യം നിവേദ്യ കുശികാത്മജേ രാമലക്ഷ്മണയോഃ പശ്ചാദകുർവന്നതിഥിക്രിയാം സത്കാരം സമനുപ്രാപ്യ കഥാഭിരഭിരഞ്ജയൻ യഥാർഹമജപൻ സന്ധ്യാമൃഷയസ്തേ സമാഹിതാ തത്ര വാസിഭിരാനീതാ മുനിഭിः സുവ്രതൈः സഹ ന്യവസൻ സസുഖം തത്ര കാമാശ്രമപദേ തഥാ കഥാഭിരഭിരാമാഭിരഭിരാമോ നൃപാത്മജോ രമയാമാസ ധർമാത്മാ കൗശികോ മുനിപുങ്കവ. ഇനി ബാക്കി കഥകളൊക്കെ അവരുടെ യാത്രകളൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം. അടുത്തൊരു അധ്യായം, അടുത്തൊരു സർഗം അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. ഈ 23-ാമത്തെ സർഗം ഇവിടെ അവസാനിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.